നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തോലമ്പ്ര താറ്റ്യാട് ജനവാസ കേന്ദ്രത്തിലെ റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടു. റബ്ബർ തോട്ടത്തിൽ പാലെടുക്കാനെത്തിയ തൊഴിലാളികളാണ് പുലിയെ കണ്ടത്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ഓട്ടോറിക്ഷയിൽ മറന്നുവെച്ചു പോയ 15 പവനും 25,000 രൂപയും ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സത്യസന്ധതയിൽ ഉടമയ്ക്ക് തിരിച്ചു കിട്ടി. വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തലപ്പുഴ പോലീസ് കേസെടുത്തു. സ്കൂളിലെ ഒരു വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഗൃഹസന്ദർശന പരിപാടി ഫലപ്രദമായി പൂർത്തീകരിക്കാനാകില്ലെന്ന് CPIM. കീഴ്ഘടകങ്ങൾക്ക് സർക്കുലർ അയച്ച് സംസ്ഥാന കമ്മിറ്റി. കോളയാട് കാട്ടുപോത്ത് ബൈക്കിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. ഷിനോജിനാണ് പരിക്കേറ്റത്. നിർമ്മാതാവിന് നഷ്ടമായത് 25 ലക്ഷം. ബിജു മേനോനെതിരെ സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ. കേരളത്തിന് നല്ലത് മാറി മാറിയുള്ള ഭരണം. ബംഗാൾ ഉദാഹരണം. തുടർ ഭരണം വേണ്ടെന്ന് ആവർത്തിച്ച് K. സച്ചിദാനന്ദൻ. IM വിജയനെ കളത്തിലിറക്കാൻ കോൺഗ്രസ്. ചേലക്കര, കോങ്ങാട്, ബാലുശ്ശേരി മണ്ഡലങ്ങളിൽ പരിഗണിക്കും. തൃപ്പൂണിത്തറയിൽ രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA K. ബാബുവിന്റെ നിലപാട് നിർണായകം. ഒരിക്കലും UDFന്റെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറാകില്ല. മത്സരിപ്പിക്കാനുള്ള RSP നീക്കത്തോട് V. കുഞ്ഞികൃഷ്ണൻ. സച്ചിദാനന്ദന്റെ അഭിപ്രായമല്ല ജനങ്ങൾക്കും ഇടതുമുന്നണിയിലെ അണികൾക്കും. വികസനം തുടരണം. K. സച്ചിദാനന്ദനെ തള്ളി KK ശൈലജ. LDF MLA മാർക്ക് ജനപിന്തുണ കുറഞ്ഞിട്ടില്ല. കോൺഗ്രസ് സർവേ ഫലപുറത്ത് UDF ക്യാമ്പിൽ ആശങ്ക. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. ആന്റോ ആന്റണി MPക്കെതിരെ വിജിലൻസ് അന്വേഷണം. ആന്റോ ആന്റണിയും നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കും. പകൽ ചുട്ടുപൊള്ളും. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠ ത്വരിതാന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. അന്വേഷണം UDF ഭരണസമിതിയിലേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള പാളികൾ വീണ്ടും പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. സാമ്പിൾ ശേഖരിക്കാൻ SITക്ക് അനുമതി. കൊല്ലത്ത് 16-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. മൂരാരി തന്ത്രി പിടിയിൽ. കോഴിക്കോട് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. കാക്കൂർ സ്വദേശി രാഘവന്റെ വീട്ടിലെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ഒമാനിലെ ആദ്യ പ്ലാസ്റ്റിക് സർജനും മലയാളിയുമായ ഡോക്ടർ C. തോമസ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. മാവേലി എക്സ്പ്രസിൽ TTക്ക് നേരെ ആക്രമണം. പ്രതി എറണാകുളം സ്വദേശി അറസ്റ്റിൽ. ആക്രമണം ടിക്കറ്റ് ചോദിച്ചതിന് പിന്നാലെ. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. 2ാം പാപ്പാന് പരിക്ക്. തിരുവല്ല സ്പാ ബലാത്സംഗ കേസ് ഒരു പ്രതി കൂടി പിടിയിൽ. ഇനി പിടികൂടാനുള്ളത് 3 പേരെ. പാലായിൽ കാർ ബൈക്കിലിടിച്ച് അപകടം. സഹോദരന് പിന്നാലെ ചികിത്സയിലായിരുന്ന ശ്രീലക്ഷ്മിക്ക് ദാരുണാന്ത്യം. 27 വയസ്സായിരുന്നു. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കല്ലേക്കാട് വെച്ചാണ് അപകടമുണ്ടായത്. കുന്നുംപുറം സ്വദേശി ഫൈസലാണ് മരിച്ചത്. മന്ത്രി ശിവൻകുട്ടിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് നേരെ ആക്രമണം നടത്തിയ പ്രതികൾ പിടിയിൽ. ആറളം എടവനയിലെ ഹംസ പുതിയ പറമ്പൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. ഇരിട്ടി കീഴൂർ അമ്പലം റോഡിൽ നിവേദിത വിദ്യാലയത്തിന് സമീപം കുറ്റ്യാടൻ വീട്ടിൽ പത്മാക്ഷി അമ്മ നിര്യാതയായി. 93 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 120 രൂപ കൂടി 14,475 രൂപയും പവന് 960 രൂപ കൂടി 1,15,800 രൂപയുമായി. വെള്ളിക്ക് 300 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 206, ലോട്ട് 191, ഒട്ടുപാൽ 130, കുരുമുളക് 680, അടയ്ക്ക 400, കശുവണ്ടി 162, തേങ്ങ 62, കാപ്പിക്കുരു 205, ചിരട്ടപ്പാൽ 120. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.